ലഹരി ഒഴുകിയിരുന്ന ഹൈറേഞ്ചിന്റെ മണ്ണിൽ ലഹരിക്കെതിരെ പോരാടിയ ഫാദർ തോമസ് ആയില അന്തരിച്ചു. കാഞ്ചാറിലടക്കം ലഹരിക്കെതിരെ വൻ മുന്നേറ്റം നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. എല്ലാ മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെതെന്ന് കാഞ്ഞിരപ്പള്ളി രൂപതാ മെത്രാൻ മാർ ജോസ് പുളിക്കൽ അനുസ്മരിച്ചു. ചങ്ങനാശ്ശേരി അതിരൂപതാ അംഗവും ചങ്ങനാശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റി സ്ഥാപക ഡയറക്ടറുമായിരുന്ന ഫാദർ തോമസ് ആയില അന്തരിച്ചു. 1989 മുതൽ 1993 വരെ കാഞ്ചാർ സെന്റ് മേരീസ് ദേവാലയത്തിലെ വികാരിയായിരുന്നു അദ്ദേഹം. അന്നു മുതൽ ലഹരിക്കെതിരെയുള്ള പോരാട്ടമായിരുന്നു കാഞ്ചാറിന്റെ മണ്ണിൽ നടത്തിയത്. ലഹരിക്കെതിരെ നടത്തിയ വിവിധ പ്രവർത്തനങ്ങളിൽ മേഖലയിലെ യുവജനങ്ങളും പങ്കാളികളായി ചേർന്നു. പലപ്പോഴും ലഹരിക്ക് അടിമയായവരെ സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി ലഹരി വിമുക്തി കേന്ദ്രങ്ങളിലെത്തിച്ചു. ആ കുടുംബങ്ങൾക്ക് കൈത്താങ്ങായും നിന്നു. ഇടുക്കി ജില്ലയിൽ മാത്രമല്ല, അദ്ദേഹം വികാരിയായിരുന്ന ദേവാലയങ്ങളുടെ പ്രദേശങ്ങളിലും അദ്ദേഹം സഞ്ചരിച്ചിരുന്ന മേഖലകളിലുമെല്ലാം ലഹരിക്കെതിരെ ശക്തമായി ഇടപെടൽ നടത്തിയിരുന്ന വ്യക്തിത്വമായിരുന്നു ഫാദർ തോമസ് ആയില എന്ന കാഞ്ഞിരപ്പള്ളി രൂപതാ മെത്രാൻ മാർ ജോസ് പുളിക്കൽ പറഞ്ഞു. മദ്യവും മയക്കുമരുന്നും വല്ലാതെ വർദ്ധിച്ചു വന്ന് കുറ്റകൃത്യങ്ങളിലേക്കും കൊലപാതകങ്ങളിലേക്കും ആത്മഹത്യയിലേക്കും ഒക്കെ ഇന്ന് കേരളം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിഭീകരമായ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ അയലേച്ചന്റെ ഓർമ്മകൾക്ക് വലിയ പ്രസക്തിയുണ്ട്. ഇന്ന് ഒരു പരിധിവരെ ഗവൺമെന്റ് അതിനോട് സഹകരിച്ച് മുന്നോട്ട് നീങ്ങുന്നു. ഒപ്പം സന്നദ്ധ സംഘടനകളും സഭയുമെല്ലാം ശക്തമായ രീതിയിൽ ലഹരിക്കെതിരെ ഇന്ന് പോരാട്ടത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. സഭ മുൻകാലങ്ങളിൽ തന്നെ ലഹരിക്കെതിരെ ശക്തമായിട്ട് സംസാരിക്കുകയും മദ്യവർജന സമിതികൾ രൂപീകരിച്ചുകൊണ്ട് കർമ്മപരിപാടികൾ ആവിഷ്കരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സമയത്താണ് അച്ഛനെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾ. ഒരുപക്ഷെ അച്ഛൻ അന്ന് തുടങ്ങി വെച്ച ആ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ശക്തമായ ഒരു തുടർച്ചയാണ് ഇന്ന് നമുക്കുള്ളത്. ഒരുമിച്ച് ഇക്കാര്യത്തിൽ മുന്നേറേണ്ടതുണ്ട്. അപകടകരമായ ഒരു പ്രതിസന്ധിയിലേക്ക് നാട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അച്ഛനെ ഓർക്കാം. ശക്തമായിട്ട് ലഹരിക്കെതിരെ ഒരുമിച്ച് മുന്നേറാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അദ്ദേഹം നടത്തിയ നിരവധി നിരാഹാര സമരങ്ങളും പദയാത്രയും ഏറെ ശ്രദ്ധേയമായിരുന്നു. അവയ്ക്കെല്ലാം സമൂഹത്തിലെ വിവിധ ആളുകൾ ഐക്യദാർഢ്യവും അർപ്പിച്ചിരുന്നു. ലഹരി ഒഴുകിയിരുന്ന ഹൈറേഞ്ചിലെ 90കളിൽ അവയ്ക്കെതിരെ ചെറുത്തുനിന്ന പുതിയൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. കൂടാതെ ബസ്സുകളിൽ പുകവലി നിരോധിച്ചുകൊണ്ടുള്ള ബോർഡുകളുണ്ടായിരുന്നെങ്കിലും കർശനമാക്കിയത് ഫാദർ തോമസ് ആയിലയുടെ എടുത്തു പറയേണ്ട ഇടപെടലാണ്. അതോടൊപ്പമാണ് ജില്ലയിലെ വിവിധ കൊച്ചുപട്ടണങ്ങളിൽ ലഹരിക്കെതിരെയുള്ള സന്ദേശമുയർത്തിക്കൊണ്ടുള്ള ഫീമൻ കട്ടൌട്ടറുകൾ അന്നത്തെ കാലത്ത് സ്ഥാപിച്ചത്. കൂടാതെ അനധികൃത മദ്യശാലകൾക്കെതിരെയും ശക്തമായി സ്വരമുയർത്തിയിരുന്ന ഫാദർ തോമസ് ആയിലയുടെ മരണം കാഞ്ചാറിന് തീരാനോവാണ് സമ്മാനിക്കുന്നത്. സംസ്കാരം ശനിയാഴ്ച രാവിലെ 9:15 ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടത്തലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ശുശ്രൂഷ നടത്തിയ ശേഷം 11 മണിമല ഹോളിമാഗി ഫൊറോന പള്ളിയിൽ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ, ബിഷപ്പ് മാർ മാത്യു അറയ്ക്കൽ എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കും.